ഞാൻ ഒരു 19 ലക്ഷം രൂപ ചിലവാക്കി അവനെ പഠിപ്പിച്ചു. എന്നിട്ട് എനിക്ക് ഒരു വെള്ളം പോലും കിട്ടിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ മുതലും എല്ലാം ഇട്ട് കൊടുത്തു. 2 കൊല്ലമായി ഞാൻ നാട്ടിൽ ജീവിക്കാൻ വന്നിട്ട്. അന്ന് തൊട്ട് ഞാൻ മച്ചാട് പണിക്ക് അവിടെ എവിടെയും കിട്ടുന്ന പണികൾ ചെയ്യുന്നു, ജീവിക്കുന്നു. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നതിന് കുഴപ്പമില്ല. അവരെ ഇന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും എനിക്ക് കിട്ടിയിട്ടുമില്ല. ഇത്രയും ഞാൻ നാട്ടിൽ വന്നത് 2 കൊല്ലം. ഈ 2 കൊല്ലം കൊണ്ട് വന്നെന്ന് പറയാൻ 2 കൊല്ലവും 2 മാസവും ഇവിടെ വന്ന് മോളെ കല്യാണവും കഴിച്ചയച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവൻ നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആക്രമിച്ചിട്ടൊന്നുമില്ല, എന്നെ ഉപദ്രവിച്ചിട്ടും മറ്റൊന്നുമില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അതേ അപ്പോൾ ഞാൻ ഇത്രയും കാശ് ചിലവാക്കി ഇവിടെ വന്നപ്പോൾ ഞാൻ പറയുന്നതൊന്നും കേൾക്കത്തില്ല. തള്ളയും മക്കളും എല്ലാം കൂടെ അവരൊക്കെ മുതലും അവരെ കയ്യിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇനി പോരുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ. അതൊക്കെ ഞാൻ കേട്ടു. എൻ്റെ പേരും തന്നെ പറയുന്നത് അതിനും എനിക്കറിയാം എന്നും പറഞ്ഞ് എനിക്ക് അവരും ചെയ്യുന്ന കാര്യം അവനറിയില്ലേ അറിയാം. അവൻ ഇത്രയും പ്രായമൊക്കെ ആയി. 1-2 കൊല്ലം ചെന്നൈയിൽ പോയി ഇന്ന് പഠിച്ചു. എന്നെ അറിയുന്നത് തന്നെ അവൻ കാശ് എടുത്തേക്കുന്നത് അതൊക്കെ ഞാൻ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. 19 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. ഈ ബിടെക്കിന് പഠിക്കാൻ 19 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഒരു അന്യായമായ കേസാണ്. എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ജോലി ചെയ്തിട്ട് വന്നതാണ്. 42 കൊല്ലവും സൗദി ജോലി ചെയ്തു. നല്ലോണം സമ്പാദിച്ചു. എല്ലാം കൊടുത്തു. അപ്പോൾ ജോലി ചെയ്യുന്ന കാശ് കൊണ്ടുവന്ന് ജീവിക്കുക. വെള്ളമൊന്നും അടിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും വെള്ളം അടിച്ചിട്ടില്ല. എനിക്കതിൻ്റെ എന്തുവാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പെൺകുട്ടി അവൻ കല്യാണം കഴിച്ചാന്നും പറഞ്ഞ് മോളെ കല്യാണത്തിന് ഇവരവിടെ വന്നായിരുന്നു. അങ്ങനെയാണ് എനിക്കറിയുന്നത്. അന്നേരം അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ്. നിങ്ങൾ കിടന്നോ, അവിടുത്തെ 2 നില വീട് നിങ്ങൾ കണ്ടായിരുന്നോ? ആ വീടെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ വീടാണെന്ന് പറഞ്ഞു. ഞാൻ വെച്ച വീട് എൻ്റെ പേരിലുള്ള വീട്, ഭർത്താവിൻ്റെ വീട്. നിങ്ങൾ കിടന്നോ, ഞാൻ അവിടെ തന്നെ പോയിരുന്നു. വീട് മോൻ കാരണം പിണങ്ങി. കാരണം അവരുടെ വീടെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ പിന്നെ അതിനകത്ത് എൻ്റെ പേര് ഇരുന്നാലും എനിക്ക് അതിനകത്ത് വാലിയുടെ അല്ലല്ലോ. ആണോ? തള്ളേ മക്കൾ ഒന്നായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വാലിയിടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയി. പിന്നെ ഇവിടെ കുറച്ചിട്ട് മുതലൊക്കെ ഉണ്ട്. 1.5 ഏക്കർ നിലവും അതിൻ്റെ പുരയിടങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. എനിക്കറിഞ്ഞുകൂടി ഇതിനെപ്പറ്റി. അത് ചോദിക്കേണ്ടത് തള്ളയെടുത്താണ്. ഇല്ലാതെ ഞാനുമായിട്ട് ഞാൻ 2 കൊല്ലമായി എൻ്റെ വീട് വിട്ടിറങ്ങിയിട്ട് 2 വർഷമായി. 2 വട്ടം എനിക്ക് അപകടം പറ്റിയായിരുന്നു. 3 വട്ടം അപകടം പറ്റി. ഇവരാരും ഒന്നും വന്നിട്ടില്ല. 3 വട്ടം എന്ന് പറഞ്ഞാൽ ഒരു വേണം ആഴ്ച ചെന്ന് അവിടുന്ന് എനിക്കൊരു അപകടം പറ്റി. ഇപ്പം ട്രാൻസ്പോർട്ട് കഴിഞ്ഞ് ഇന്ന് 3-4 ദിവസം ട്രാൻസ്പോർട്ട് തിരുവനന്തപുരത്തോട്ട് പോയ വഴി 2 ട്രാൻസ്പോർട്ട് തങ്ങൾ ഇടിച്ച് ഇവിടെ ഒരു 8 തയ്യലിട്ടിട്ടുണ്ട്. ആരാ? മോൻ SLC തൊട്ട് റാങ്കുകൾ മേടിച്ച് തന്നെ വന്നത്. അത് നമുക്കറിയാം. SLC തൊട്ട് പൈസ എല്ലാം പൈസയ്ക്കുള്ള പഠിത്തമാണ്. എനിക്ക് അതിന് മക്കളാകുമ്പോൾ എന്തായാലും ഒരാൾക്ക് കാണാതിരിക്കത്തില്ലല്ലോ. അത്രയേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും അതിനകത്ത് എനിക്കൊന്നും പറയാനുമില്ല. എന്തുവാണെന്ന് തള്ളയെടുത്ത് വെച്ച് തള്ളയാണല്ലോ. ഞാൻ 2 കൊല്ലം കൊണ്ട് അവരോട് അല്ലല്ലോ. 2 കൊല്ലം കൊണ്ട് ഞാൻ അവരോടല്ല. ഞാൻ ഇത് കണക്ക് വന്ന് മക്കാട് പണിയും ചെയ്ത് ജീവിച്ചും പോയി. എനിക്ക് 2 കൊല്ലം കൂടെ മക്കാട് പണി ചെയ്താൽ എനിക്ക് മരിക്കുന്നിടം വരെ ജീവിക്കാനുള്ള കാശാവും. കാരണം ഞാൻ വെള്ളമൊന്നും അടിക്കത്തില്ല. എനിക്ക് 100-125 രൂപ ഉണ്ടെങ്കിൽ എനിക്കൊരു ദിവസം ഫുള്ള് ഞാൻ കഴിയും. ഇവിടെ 10-700 രൂപ എനിക്ക് ശമ്പളം കിട്ടിയാൽ 125 രൂപ എനിക്ക് ചിലവാകും. ബാക്കി കാശ് എനിക്ക് മീതി തന്നെയാണ്. മഴ കണ്ടിട്ട് 2 കൊല്ലം കഴിഞ്ഞു. 2.5 കൊല്ലം ആകും. അവരാരും വരത്തില്ല. ഞാൻ പറഞ്ഞില്ല, 2 അപകടം എനിക്ക് വന്നു. 3 അപകടം വന്നു. 3 അപകടത്തിന് എൻ്റെ ഭാര്യ പോലും വന്നിട്ടില്ല. 3 അപകടം എന്ന് പറയുന്നത് വന്ന വഴി ബൈക്ക് കൊണ്ട് ഇടിച്ച് ഇവിടെ എല്ലാം പൊട്ടിപ്പോയി. അങ്ങനെ ഹോളി ക്രോസിൽ കൊണ്ട് ചെന്ന് അവിടെ ഇട്ട് എന്നെ ചികിത്സ ചെയ്ത് 11 ലക്ഷം രൂപയോളമായി. അത് കഴിഞ്ഞ് പാറമലയിൽ ചെന്നൊരു അപകടം ഉണ്ടായി. സീരിയസ് ആയി. അത് എന്തെങ്കിലും നീതി കിട്ടിയാൽ അവ ഇറങ്ങിപ്പോകുന്നത് നമുക്ക് നല്ലത് തന്നെ. കാരണം ഇത്രയും കാലം അതിനു വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും സഹായിച്ചു കൊടുക്കും. കാരണം നമ്മൾ ഈ കൂലിപ്പണി ചെയ്യുന്ന കാശ് ഭാര്യ ഇറക്കാനൊന്നും എൻ്റെ കാശില്ല. കൂലിപ്പണി ചെയ്യുന്നതിൻ്റെ മീതി പിടിക്കുന്ന കാശ്, അല്ലാതെ വേറെ പണിയൊന്നും എനിക്കില്ല.
ഒരു രാവിലെ പോയി മൈക്കാട് പണി ചെയ്താൽ ഇത് കണക്ക് നിന്ന് മൈക്കാട് പണി ചെയ്താൽ എനിക്ക് കിട്ടുന്ന കാശ് അതിൽ നിന്ന് ഒരു 10-125 രൂപ എനിക്ക് ചിലവാകും. ബാക്കി കാശ് ഞാൻ എങ്ങനെ മീതി പിടിക്കുന്നു ആ കാശ് മീതിയുണ്ട്, അതല്ല വേറൊന്നുമില്ല. എന്നാൽ